നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വലിയൊരു അഭിമാന നിമിഷത്തെക്കുറിച്ചാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, നമ്മുടെ തിരുവല്ല അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ, എല്ലാവർക്കും പ്രിയങ്കരനായ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ, അതായത് CBCIയുടെ 1ാം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈയൊരു വാർത്ത കേട്ടപ്പോൾ തോന്നിയ ആവേശവും സന്തോഷവും നിങ്ങളുമായി പങ്കുവയ്ക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഈയൊരു പദവി തിരുമേനിയെ തേടിയെത്തിയതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും അത്രത്തോളം ആഴമുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതകഥയും അദ്ദേഹം കടന്നുവന്ന വഴികളും ഈ 67ാം വയസ്സിൽ അദ്ദേഹം നേടിയെടുത്ത വലിയ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ ഗ്രാഫ് നോക്കാം. 1958ലാണ് അദ്ദേഹം ജനിക്കുന്നത്. പത്തനംതിട്ടയിലെ കടപ്ര എന്ന ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ കത്തോലിക്കാ സഭയുടെ ഉന്നത നേതൃത്വത്തിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമാണോ? 10 മക്കളുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പഠനത്തിലും ആത്മീയതയിലും ഒരുപോലെ മികവു പുലർത്തിയാണ് അദ്ദേഹം വളർന്നത്. സെമിനാരി പഠനകാലത്ത് തന്നെ അദ്ദേഹം പുലർത്തിയ അച്ചടക്കവും വിജ്ഞാനത്തോടുള്ള ദാഹവുമാണ് അദ്ദേഹത്തെ റോമിലൊക്കെ എത്തിച്ചത്. കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു നിയമപാണ്ഡിത്യമാണ് ഇന്ന് സഭയിലെ പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. തിരുമേനിയുടെ ആ ഒരു ചിരി കണ്ടിട്ടുണ്ടോ? എപ്പോഴും പ്രസന്നമായ മുഖം. മൂവാറ്റുപുഴ രൂപത രൂപീകരിച്ച സമയത്ത് അതിന്റെ ആദ്യത്തെ ബിഷപ്പായി പോയപ്പോൾ പൂജ്യത്തിൽ നിന്ന് ഒരു രൂപതയെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു വിഷൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പിന്നീട് തിരുവല്ലയിലേക്ക് മെത്രാപ്പോലിത്തയായി വന്നപ്പോഴും അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഈ CBCI വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര എന്നീ 3 റീത്തുകളുടെയും പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സഭയ്ക്കുള്ളിലെ ഐക്യത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം ഒട്ടും പിന്നിലല്ല. പ്രളയസമയത്തൊക്കെ അദ്ദേഹം നേരിട്ടിറങ്ങി പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ അദ്ദേഹം എന്നും മുന്നിലുണ്ടാകും. അദ്ദേഹത്തിനിപ്പോൾ 67 വയസ്സായി. പക്ഷേ ആ ഒരു ഊർജം കണ്ടാൽ അത് പറയില്ല. ഇപ്പോഴും ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. വിനയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഭരണം. എത്ര വലിയ ആളാണെങ്കിലും ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്ന അതേ ലാളിത്യത്തോടെ മാത്രമേ അദ്ദേഹം പെരുമാറൂ. ഈയൊരു പുതിയ പദവിയിലൂടെ ഭാരതസഭയ്ക്ക് വലിയൊരു ദിശ